എല്ലാവർക്കും പുതുപ്പള്ളി ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നാഗമ്പടം മൈതാനത്താണ്. ഇന്നിവിടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ ആണ് നടക്കുന്നത്. ഇന്നലെ വൈകിട്ട് കോട്ടയത്തിന്റെ MLA ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഡിസംബർ 22 മുതൽ ജനുവരി 4 വരെയാണ് ഈ ഷോ ഇവിടെ നടക്കുന്നത്. നമുക്കിനി അകത്തെ കാഴ്ചകൾ കാണാം. ഈ ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷമാക്കാൻ പുഷ്പമേളയും ട്രാവൻകൂർ ഫെസ്റ്റുമായി കോട്ടയം നാഗമ്പടം മൈതാനം ഒരുങ്ങിയിരിക്കുകയാണ്. അപൂർവയിനം ചെടികളും പൂക്കളുമായി കോട്ടയത്ത് വീണ്ടും പുഷ്പമേള വന്നിരിക്കുന്നു. മലയാള മനോരമ ഒരുക്കുന്ന പുഷ്പഫല സസ്യമേള നാഗമ്പടം മൈതാനത്താണ് ആരംഭിച്ചിരിക്കുന്നത്. പ്രവേശനം ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ രാത്രി 9 വരെയും ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ രാത്രി 9 വരെയുമാണ്. ജനുവരി 4 വരെയാണ് മേള നടക്കുന്നത്. പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിരിക്കുന്നു. ഒരാളുടെ എൻട്രി ഫീസ് 100 രൂപയാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രിയാണ്. മലേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പൂക്കളും സസ്യങ്ങളുമാണ് ഈ ഷോയിൽ ഒരുക്കിയിരിക്കുന്നത്. ചെറിയ കുന്നുകളും പുൽത്തകടികളും ഉൾപ്പെടുന്ന 35,000 സ്ക്വയർ ഫീറ്റ് മൈതാനിയിലാണ് പുഷ്പമേള ഒരുക്കിയിരിക്കുന്നത്. വിവിധ ഇനം ഓർക്കിഡുകൾ, ആന്തൂറിയം, ഗ്രൗണ്ട് ഓർക്കിഡ്, കലാഞ്ചിയം, ഡാലിയ, ആസ്റ്റർ എന്നിവയുടെ വിവിധ ഇനങ്ങൾ ഈ മേളയിലുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള ചെടികളും മറ്റും വാങ്ങാനും സൗകര്യമുണ്ട്. ആകർഷകമായ സെൽഫി പോയിന്റുകളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫാമിലി ഗെയിം സോൺ, കുട്ടികൾക്കായുള്ള കളിയിടങ്ങൾ എന്നിവയാണ് ഇതിൻ്റെ മറ്റൊരു ആകർഷണം. അലങ്കാര പക്ഷികളെ കാണാനും ഇവിടെ അവസരമുണ്ട്. ട്രാവൻകൂർ ഫെസ്റ്റിൽ 100ഓളം സ്റ്റാളുകളും ഫുഡ് കോർട്ടുമുണ്ട്. പൂർണ്ണമായും ശീതീകരിച്ച പന്തലിലാണ് ഈ മേള നടക്കുന്നത്. മേളയുടെ ഡിജിറ്റൽ പാർട്ണറായ ഓക്സിജന്റെ പവനിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഋതുവർണ്ണങ്ങൾ EMI വ്യവസ്ഥയിൽ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ ഉൾപ്പെടെ വൻ ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ മലയാള മനോരമ ബുക്ക് സ്റ്റാളിൽ നിന്ന് ധാരാളം പുസ്തകങ്ങളും ഇവിടെ വാങ്ങാനുള്ള അവസരമുണ്ട്. ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ സൂര്യകാന്തി പൂക്കളുടെ കാഴ്ച കണ്ണിന് വളരെയേറെ ഇമ്പം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ്. Opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude, I am found. Oh, whispering pines, sing me your tune. Caught in the rhythm, the stars and
പുഷ്പങ്ങളെല്ലാം കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ ചെല്ലുന്നത് പോപ്കോണിന്റെ ഒരു സ്റ്റാളിലേക്കാണ്. അതിനുശേഷം നമ്മളെ വരവേൽക്കുന്നത് ഓക്സിജന്റെ ഗൃഹോപകരണങ്ങളുടെ ഒരു മഹനീയ കലവറയിലേക്കാണ്. ഗൃഹോപകരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാനും അതോടൊപ്പം തന്നെ EMI വ്യവസ്ഥയിൽ നമുക്ക് ഏത് സാധനം മേടിക്കാനുമുള്ള അവസരമുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷോപ്പിലെക്കാട്ടിലും എല്ലാം വളരെയേറെ ഓഫർ ഇട്ടാണ് ഇവിടെ വിൽക്കുന്നത്. അതുകൊണ്ട് വളരെ കുറഞ്ഞ വിലയിലാണ് ഇവിടുന്ന് ഗൃഹോപകരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. വിവിധതരം ഫ്രിഡ്ജുകളും വിവിധ മോഡൽ വാഷിംഗ് മെഷീനുകളും അതുപോലെ കുറഞ്ഞ വിലയിൽ AC-കളും അടക്കം ധാരാളം ഗൃഹോപകരണങ്ങളാണ് ഇവിടെ ഓക്സിജൻ ഒരുക്കിയിരിക്കുന്നത്. വിവിധതരം LED TV-കളെ അതുപോലെ സോഫ സെറ്റുകളെ അതുപോലെ ബെഡ് ഐറ്റംസ് ഒക്കെ ധാരാളം ഇവിടെയുണ്ട്. അതുപോലെ പഴയ ഫാൻ എക്സ്ചേഞ്ച് മേള ഇവിടെയുണ്ട്. അപ്പം നിങ്ങൾക്ക് യഥേഷ്ടം കൂളറുകൾ തിരഞ്ഞെടുക്കാം. ധാരാളം ചെടികളിലെ വിത്തുകളും തൈകളും എല്ലാം ഇവിടെ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം കുറഞ്ഞ വിലയിലാണ്. ഇവിടെ ഉണ്ടോ?
ഞങ്ങളെ ബൈറ്റ് കിടന്നു കെമിക്കൽ ഇല്ലാത്ത ബാമ ഡയറക്റ്റില്ല. ഇത് 10ൽ പരം പച്ചമരുന്നുകൾ ചേർന്ന ബാമ. പെട്ടിട്ട് കൈവെള്ളമായിട്ട് തിരുമ്പിട്ട് പറ്റി കഴിഞ്ഞാൽ വെള്ളം തിളപ്പിച്ച് ആൾ പിടിക്കുന്ന കാര്യമില്ല. കെന്നിക്കുത്ത് തലവേദന കഫക്കെട്ട് എല്ലാം മാറി 100% 3 ദിവസം കൊണ്ട് താരം മാറുന്ന പറയുന്നത്. 3 ദിവസം കൊണ്ട് താരം മാറ്റിയില്ലെങ്കിൽ പണം തിരികത്തില്ല. ഓക്കെ. നമ്മൾ ഈ കണ്ടത് സ്പ്രിംഗ് മാട്രസിൻ്റെ ഒരു ഷോപ്പാണ്. ഇത് നമ്മുടെ മറ്റക്കര സ്വദേശി ബിജു എന്ന ആളുടെ ഒരു ഷോപ്പാണ്. ഇത് കുറഞ്ഞ നാളുകൾ കൊണ്ടാണ് നമ്മുടെ വിപണി മുഴുവൻ കീഴടക്കിയ ഒരു ഉൽപ്പന്നമാണ്. ഹോട്ടലിലെ പേർക്കും വീട്ടിലെ പേർക്കും ആവശ്യമായ വിവിധ തരം സിംഗിൾ കോട്ട, ഡബിൾ കോട്ട അടക്കമെല്ലാം ഇവിടെ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. 22,500 സ്റ്റാർട്ടിങ് അതല്ല ഈ സാധനം, ഈ പ്രൊഡക്റ്റ് മാത്രം നമുക്ക് സ്റ്റാർട്ടിങ് 4,000 രൂപ മണ്ടയിലും 4,000 രൂപ പ്രൊഡക്റ്റ് ഉണ്ട്. പ്രൊഡക്റ്റ് ഉണ്ട്. 4,800 തൊട്ട് പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. സിംഗിൾ ആണ് വരുന്നത്. ഡബിൾ കോട്ട വരുന്നത് ഡബിൾ കോട്ട് വരുന്നത് സ്പ്രിംഗ് ആണ് വരുന്നത്. ഇത് 6 ഇഞ്ച് സ്പ്രിംഗ് വരുന്നത്. ഇത് 8 10 രൂപ സ്റ്റാർട്ടിങ് വരുന്നത്. ഇതൊരു വെർച്വൽ മീഡിയയുടെ ഷോപ്പാണ്. നമുക്ക് ഇത് ഒരുപാട് അനുഭവങ്ങൾ ഇത് കയറുമ്പോഴത്തേനും നമുക്ക് കാണുന്ന കാഴ്ചകളാണ്. ഇത് ധാരാളം ആൾക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത്.
ഇവിടെ വന്നപ്പോഴത്തേന് മോക്ക് കയ്യെ ടാറ്റു ഇടാൻ പറഞ്ഞു. അപ്പം നമ്മൾ ടാറ്റു ഷോപ്പുണ്ട് ഇവിടെ, അവിടെ കയറിയതാണ്. കഫക്കെട്ട്, തൊണ്ടവേദന, വയറുവേദന, കഴിക്കാൻ നല്ലതാണ്. അത്രയും ചേരുവ ചേർക്കുക കേട്ടോ, 12 ചേരുവ ചേർത്ത പാലക്കാടൻ കരിപ്പെട്ടി 12 ചേരുവ ചേർത്ത കരിപ്പെട്ടി ജലദോഷം, പനി, കഫക്കെട്ട്, തൊണ്ടവേദന, വയറുവേദന, ദഹനത്തിനൊക്കെ അല്ലേ. ഇതൊരു പാക്കറ്റ് 200 ഗ്രാമിന് 100, അരക്കിലെടുക്കാനേ 200, 100 ഗ്രാം കൂടുതലുണ്ടാവും. 400 കൊടുത്ത് അരക്കിലും കിട്ടും. ഇത് വിവിധതരം അച്ചാറുകളുടെ ഒരു കമനീയ കലവറ തന്നെയാണ്. ഏതൊക്കെ ഐറ്റം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കുക തന്നെ പാടാണ്. അതുപോലെ അച്ചാറുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയകാല മുട്ടായികളുടെ ഒരു ശേഖരമാണ്. 90 കാലഘട്ടങ്ങളിലൊക്കെയുള്ള മുട്ടായികളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ്. ഇനിയും കാണുന്നത് വസ്ത്രങ്ങളിലെ കറകളെ, കരിമ്പനൊക്കെ കളയുന്ന മരുന്നുകളെ, പല്ലികൾ തുരത്താനുള്ള മരുന്നുകളെ, അതുപോലെ സോളാറിൻ്റെ തോംസന്റെ ഷോപ്പാണ്. ഇവിടെയും ധാരാളം ഓഫർ ഇട്ടാണ് സോളാർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത്. അതുപോലെ ഇത് ഫർണിച്ചർ ഷോപ്പാണ്. ഫർണിച്ചറുകൾക്കൊക്കെ ധാരാളം ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെല്ലുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. ഇവിടെ വിവിധ തരത്തിലുള്ള ബജികളെ, അതുപോലെ ധാരാളം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കപ്പ ബിരിയാണിയാണ് മേടിച്ചത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വൈഫും മോളും കൂടെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. പ്രദർശനം ആരംഭിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ റൈഡുകളൊക്കെ വരും. അതുപോലെ ഇനി വെളിയിലൊക്കെ ഒരുപാട് റൈഡുകളൊക്കെ കുട്ടികൾക്കായിട്ടുള്ള ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇന്ന് മുതലാണ് അതെല്ലാം പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് മിസ് ചെയ്യരുത്. കുട്ടികളുമായിട്ട് നമുക്ക് കോട്ടയത്ത് വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് പുഷ്പമേള. 100 രൂപ ഒരു നഷ്ടവുമില്ല. അതിൽ കൂടുതലുള്ള സാധനങ്ങൾ നമുക്കായി ഇവരെ ഒരുക്കിയിട്ടുണ്ട്. മലബാർ അടുക്കളയിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത്. കപ്പയും ബീഫ് കറിയാണ് പറഞ്ഞത്. വളരെ രുചികരമായ ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ കുട്ടികളുമായി അവധിക്കാലം ആഘോഷിക്കാൻ നേരെ കോട്ടയം നാഗമ്പടം മുനിസിപ്പൽ മൈതാനിയിലേക്ക് വരികയാണ്. നിങ്ങൾ ഫ്ലവർ ഷോയും ഒക്കെ ആയിട്ട് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടിച്ചു പൊളിക്കാം.